ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഈ കശ്മീർ, പുൽവാമ, ഖെഡർപാൽ, ശ്രീനഗർ തുടങ്ങി 10 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. ജമ്മു കാശ്മീർ പോലീസിന്റെ കൗണ്ടർ ഇന്റലിജൻസ് യൂണിറ്റാണ് റെയ്ഡ് നടത്തുന്നത്. ശരത്ലാലുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, പറയാം വിവരങ്ങൾ. എങ്ങനെയാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്? ഇന്ന് പുലർച്ചയോട് കൂടിയാണ് 10 സ്ഥലങ്ങളിൽ, അത് വിവിധ ജില്ലകളിലുള്ള 10 സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട റെയ്ഡ് നടക്കുന്നത്. ഇത് റെയ്ഡ് നടക്കുന്നത് ജമ്മു കാശ്മീർ പോലീസിന്റെ കൗണ്ടർ ഇന്റലിജൻസ് യൂണിറ്റ് ആണ് എന്നതാണ് പ്രത്യേകത. കാരണം കൃത്യമായ ഇന്റലിജൻസ് ലഭിച്ച ശേഷം, രഹസ്യ വിവരം ലഭിച്ച ശേഷമാണ് ഈ കൗണ്ടർ ഇന്റലിജൻസ് യൂണിറ്റിന്റെ റെയ്ഡ് നടക്കുന്നത്. അതേപോലത്തെ പുൽവാമയിൽ 2 സ്ഥലത്തും, ശ്രീനഗറിൽ 1 സ്ഥലത്തും, അതേപോലെ ഗണ്ടർബാലിൽ 7 സ്ഥലങ്ങളിലുമാണ് റെയ്ഡ് എന്നാണ് അറിയുന്നത്. നേരത്തെ ഇനിയും റെയ്ഡ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം 10 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ശ്രീനഗറിലെ ലാൽ ലേക്ക് ശ്രീനഗറിലെ പ്രധാനപ്പെട്ട തടാകമായ ലാൽ ലേക്കിന്റെ തൊട്ടടുത്തുള്ള ഒരു വൻ കെട്ടിട സമുച്ചയത്തിലാണ് ഇപ്പോൾ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നതും ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഭീകരാക്രമണത്തിന് ശേഷം കാശ്മീരിൽ നിരന്തരമായി സ്ലീപ്പർ സെല്ലുകൾക്ക് വേണ്ടിയുള്ള ഒരു റെയ്ഡ് നടക്കുകയാണ്. ഇതും ഈ കൗണ്ടർ ഇന്റലിജൻസ് യൂണിറ്റും നടക്കുന്നത് ലഷ്കർ എ തോയ്ബ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളും സാമ്പത്തിക സോഴ്സുകളും ലക്ഷ്യമിട്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സേതുലക്ഷ്മി. ഓക്കെ ശരത്ത്. ശരത്തിലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ.